ഗൈസ് അങ്ങനെ ദുബായ് വന്നിട്ട് ആദ്യമായിട്ട് ദുബായ് മാളിൽ നിന്ന് നമ്മൾ ഹോട്ട് പോട്ട് ട്രൈ ചെയ്യുവാണ്. അപ്പം ഈ ഹോട്ട് പോട്ടിൻ്റെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് 4 ട്രൈ വരുന്നുണ്ട്. അപ്പോൾ ഈ 4 ട്രൈയിലും നമുക്ക് സൂപ്പ് വെച്ച് പറയാം. 4 പേർക്കാണെങ്കിൽ കഴിക്കാൻ പറ്റുന്നത്, അത് 2 പേർക്കും കഴിക്കാം. അപ്പോൾ 4 ട്രൈയിൽ നമുക്ക് സൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൂപ്പ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ടോമിയം സൂപ്പാണ്. അപ്പം നവീൻ ഓർഡർ ചെയ്തിരിക്കുന്നത് മിൽക്ക് സ്പൈസി സൂപ്പാണ്. അപ്പം ആദ്യം തന്നെ ഇവിടുത്തെ ഒരു ലേഡി വന്നിട്ട് ഇതിൽ എണ്ണ എടുത്ത് കളഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞ ടോപ്പിങ്സ് പറഞ്ഞത് നമ്മൾ നൂഡിൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നൂഡിൽസാണ് ഇപ്പോൾ ഇതിൽ ബോയിൽ ആവുന്നത്. അപ്പോൾ അതിൽ നൂഡിൽസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ, ഈ ഹോട്ടലിൻ്റെ സ്പെഷ്യൽ ബീഫാണ്. അപ്പോൾ ബീഫ് മെയിനായിട്ട് ബീഫാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബീഫും നമ്മൾ ഇട്ടിട്ട് ബോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ബീഫ് ബോയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് നമുക്ക് കിട്ടിയ സൂപ്പ്. അപ്പം സൂപ്പ് ഞാൻ കഴിച്ചു നോക്കി. എനിക്ക് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഹോങ്കോങ്ങിലെ അതേ ഓർമ്മകളാണ് വരുന്നത്. അതായത് ഒരു 1 ഇയർ ബാക്ക് ഞാൻ ഹോങ്കോങ് പോയപ്പം ആ കഴിച്ച ആ ഒരു സൂപ്പിൻ്റെയും ആ സെയിം ക്യുസീനാണ് ഇവിടെ. അതായത് ഒരു മാറ്റമില്ല. ദുബായ് ആണ് പറഞ്ഞാൽ അതിൽ ഒരു മാറ്റമില്ല. കറക്റ്റ് ഹോങ്കോങ് വേറെ ലെവലും. ചൈനീസ് ഫുഡ് എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ചൈനീസ് ഫുഡ് തനതായ, അതായത് ഒതൻറ്റിക് ചൈനീസ് ഫുഡുകൾ കഴിച്ചിരിക്കണം. കാരണം ഇവരുടെ ഒരു എന്താ പറയുക, ഒരു വേറൊരു ടേസ്റ്റ്. നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റല്ല ഇവർക്കുള്ളത്. നമ്മുടെ വേറൊരു ടേസ്റ്റാണ്. ഒരു ചൈനീസ് സ്പെഷ്യൽ ചൈനീസ് ടേസ്റ്റാണ്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ടേസ്റ്റാണ്. നിങ്ങൾ കഴിച്ച് നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ.